ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1943. ഇന്ന് ഏപ്രിൽ മാസം 26 116 ദിവസത്തിലെത്തി. അതെ, ഉയർപ്പ് പെരുന്നാളിനെ തുടർന്ന് ആദ്യ ആഴ്ചയുടെ അവസാന ദിനമാണ്. ആ പ്രകാശത്തിന്റെ ദിനങ്ങൾ ഇതോടുകൂടി തീരുകയാണ്, അല്ലേ? അല്ല കേട്ടോ, ഇതോടുകൂടി തുടരുകയാണ്. ഇതിൽ നമ്മൾ സ്ഥിരമായി നിലനിൽക്കുകയാണ്. ക്രൂശിലെ ഒരുവനെ കുറിച്ചാണ് ഇന്ന് ആലോചിച്ചത്. അയാളും മരിച്ചു, അല്ലേ? വലതുഭാഗത്തെ കള്ളനെ കുറിച്ചാണ്. നല്ല കള്ളനെന്ന് ധൈര്യമായി ആർക്കും പറയാവുന്ന അയാൾ യേശുവിനോട് പറയുന്നില്ലേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഒരു രാജ്യമുള്ള ആളായിട്ട് എങ്ങനെയാണ് യേശുവിനെ അയാൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയത്? എന്തടയാളമായിരുന്നു യേശുവിനുണ്ടായിരുന്നേ? അയാൾ നേരത്തെ യേശുവിനെ അറിഞ്ഞ ആളായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെയൊരു മോശപ്പെട്ട ജീവിതം നയിക്കുമായിരുന്നു. പിടിക്കപ്പെടാനായിട്ട്, ശിക്ഷിക്കപ്പെടാനായിട്ട്, ശരിക്കും വധിച്ചു കളയാൻ പാകത്തിന് അകൃത്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. അപ്പൊ യേശുവിനെ അയാൾ പിന്നീട് അറിഞ്ഞത് എപ്പോഴാണ്? അത് ഈ പിടിക്കപ്പെട്ടപ്പം മുതൽ വിസ്താരവും തുടർന്ന് ഈ മരണവും ക്രൂശിക്കലും അതിനോടൊക്കെയുള്ള യേശുവിൻ്റെ ഒരു പ്രതികരണമുണ്ട്, സമീപനമുണ്ട്. അതിനോട് യേശു പുലർത്തിയൊരു മനോഭാവമുണ്ട്. അത് കണ്ടിട്ടാവണം. അത് ശാന്തതയായിരുന്നു, ക്ഷമയും സ്നേഹവുമായിരുന്നു. ഇവരുടെ അറിവില്ലായ്മയും യേശു ഇങ്ങനെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നില്ലേ? അതെല്ലാം കണ്ടിട്ടാണ് നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാട്ടോ. അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ പാകത്തിന് നമ്മളും എന്തെങ്കിലും നല്ല കള്ളനായിട്ട് മാറുമോ? നല്ലൊരു കള്ളിയായിട്ട് മാറുമോ? അങ്ങനെ പോലും ഒരു യോഗ്യത നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് റെഡിയാക്കിയെടുക്കുമോ? അറിയില്ല. പർദീസ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പോഴിങ്ങനെ നഗ്നതയോടുകൂടി ക്രൂശിൽ കിടക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. പർദീസയും സ്വർഗവുമൊക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ആ നല്ല കള്ളനോട് യേശു അങ്ങനെ മറുപടി പറയുന്നത്, നീ എന്നോടൊപ്പം പർദീസയിലായി. ഇന്ന് രണ്ടുപേരും ക്രൂശിലാണ്. എന്നിട്ടും എന്ത് ഉറപ്പോടുകൂടിയാണ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്, നമ്മൾ ഇന്ന് പർദീസയിലാണ്. അതുറപ്പാണ്. അപ്പോൾ പർദീസയും സ്വർഗവും ഒക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ ക്രൂശിലിങ്ങനെ അർത്ഥപ്രാണനായിട്ട്, മാംസപിണ്ഡമായിട്ട്, നഗ്നതയോടുകൂടി കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഒരുവനായിരുന്നു നല്ല കള്ളൻ. നമ്മളാവട്ടെ നല്ല കള്ളനും ആവുന്നില്ല, ഈ തിരിച്ചറിവും സ്വന്തമാക്കുന്നില്ല. ഈ മോശം കള്ളനിൽ നിന്ന് നല്ല കള്ളനിലേക്ക് കുറച്ചേറെ ദൂരമുണ്ട് കേട്ടോ. ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.